അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് കടിയേറ്റത് അതെ, സഹോദരി ഭയങ്കര ഒരു ഇന്റർവ്യൂവിലും കണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു. ഇവിടെയാണ് ഇതായിരുന്നു കടി, ഇവിടെയായിരുന്നു. അത് ഞാൻ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാൻ മേശരി പണിയിൽ ഫുൾ നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പാസ്റ്ററിൻ്റെ വീട് പണികളിൽ നിൽക്കുമ്പോഴാണ്, പണിയായിട്ട് തുടങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ ലളിത എന്ന് പറഞ്ഞൊരു ചേച്ചി, എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ, അവർ പള്ളിയിലെ മറ്റേ പോട്ടുന്ന വഴിയിൽ കണ്ട് അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ പോയി പിടിച്ചു. അങ്ങനെ കയ്യിൽ വെച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ പോസ്റ്റ്മാനൊന്നും ഇല്ലല്ലോ ഇന്ന്. പോസ്റ്റ്മാൻ മൊബൈൽ മാനിയ. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിങ്ങനെ പുള്ളിയുടെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ പുള്ളിയുടെ മുഖത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിനെ കടിച്ചു, ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ ഇത് ബോട്ടിലാണ് കിടക്കുന്നത്? അല്ല, കയ്യിലായിരുന്നു. കയ്യിൽ പിടിച്ചിട്ട് നടന്ന് വീട്ടിലേക്ക് വരെ, വീടിനടുത്തൊരു 500 മീറ്റർ ഉണ്ടായിരുന്നു. നടന്ന് വീട്ടിൽ കൊണ്ട് ബോട്ടിലാക്കാമെന്ന് പറഞ്ഞു, അനിയത്തിയെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കടിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എന്നെ കടിച്ച് പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അനിയത്തിരുന്ന ബോട്ടിൽ വാങ്ങിച്ച് അതിനകത്ത് അടച്ച് ഹോളൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ തിരിച്ച് ജോലിക്ക് പോയി. ശേഷം 10-10:30 മണിക്ക് പണി വീണ്ടും തുടങ്ങി. ഞാനൊരു 2 മണിയായപ്പോൾ എന്നെ കാണാനായിട്ട് 2 സുഹൃത്തുക്കൾ വന്നു. അന്നത്തെ വിജയ് സൂപ്പർ വണ്ടിയാണെന്ന് പറഞ്ഞു, സ്കൂട്ടർ. അപ്പോൾ വന്നപ്പം കൈയൊക്കെ കുറച്ച് നീരായി. എനിക്ക് ക്ഷീണം തോന്നില്ല, നന്നായിട്ട് വേർത്ത് പണികൊണ്ടിരിക്കാം. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കെട്ടഴിച്ചു. കെട്ടഴിച്ചപ്പോൾ പെട്ടെന്ന് ബോധം പോയി. ശേഷം നല്ല സീരിയസ് ആയിരുന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ അഷ്ടമി രോഹിണിയായിരുന്നു, കൃഷ്ണ ജയന്തി. അന്ന് ഈ കൃഷ്ണ ജയന്തിക്ക് പോയ ആൾക്കാരൊക്കെ എൻ്റെ നാട്ടിൻ്റെ അടുത്തൊക്കെ അത്രയും അമ്പലമാണ്. അപ്പോൾ അവരെല്ലാവരും വൈകിട്ട് ഞാൻ മരിച്ചു എന്നാരോ പറഞ്ഞു. അങ്ങനെ അതിന് എൻ്റെ എല്ലാവരും കൂട്ടത്തോടെ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് ചോദിക്കാൻ മടി, എന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും ചിരിച്ച് കളിച്ചിരിക്കുന്നു. അപ്പോൾ മരിച്ചു തന്ന റീത്ത് തൊട്ടൊക്കെയാണ് വന്നത്. ശരി, ആദ്യത്തെ കടി അതായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ഒരു കടി ഇവിടെ ഉണ്ടായി. വെള്ളം വീട്ടിൽ കടി ഇപ്പോൾ സീരിയസ് ആയത് 14, 10 പ്രാവശ്യം ICUയിൽ 4 പ്രാവശ്യം വെന്റിലേറ്റർ കിടക്കാനുള്ള ഭാഗ്യം മാത്രമേ ഉണ്ടായുള്ളൂ ഇതുവരെ. ഒരുപാട് പേരെ പ്രാർത്ഥനയുണ്ടല്ലോ കൂടെ തന്നെ. കാരണം ഇപ്പം നമുക്ക് ഒരു കടി പാമ്പ് കടി എന്താണെന്ന് അറിഞ്ഞ ആളിന് മാത്രമേ മറ്റൊരാളിന് പാമ്പ് കടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒന്ന് ഇന്ന് നമുക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇപ്പോൾ എത്രയോ പാമ്പ് കടി, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച പോലും ആയില്ല പാമ്പ് കടിച്ച് 1/2 മണിക്കൂറിനകത്ത് മരണപ്പെട്ടു. പെരുമ്പാമ്പെന്ന് പറഞ്ഞ പാമ്പിന് അണലി പിടികൂടി കടിയേറ്റ് മരണപ്പെട്ടു. ഒട്ടനവധി വരുന്നില്ല, പക്ഷേ വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പാമ്പ് കടി സ്വാഭാവികമായിട്ട് ഒരുപാട് ആയിക്കഴിഞ്ഞു. അപ്പോൾ വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നില്ല. അപ്പോൾ ആൾക്കാർ ചെന്ന് ഒന്നീ കള്ളു പിടിച്ചിട്ട് പോയി പിടിച്ച് കടി വാങ്ങുന്നു, അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് പോയി പാമ്പിനെ പിടിച്ച് കടി വാങ്ങുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട തനിനിറത്തിൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് അതിഥിയെ കണ്ടു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് സേവ് ചെയ്യാം. ആരുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനൊരു പൈപ്പോ ഒരു ബോട്ടിലോ വെച്ച് കയറ്റി ആൾപ്പാർപ്പില്ലാത്ത ഏതെങ്കിലും പറമ്പിലോ അടുത്ത പുഴയിലോ കൊണ്ട് തുറന്നുവിടാം. പ്രശ്നങ്ങളൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് സേവ് ചെയ്യാം. എന്നാൽ ഒരു സത്യം കൂടി പറയാം, ഇന്ന് സേവ് ചെയ്യുന്നതിനിടയിൽ ഒരു പാമ്പ് മരണപ്പെട്ടാൽ കേസെടുക്കാൻ നിയമമില്ല. നിങ്ങളെയൊക്കെ ഭയപ്പെടുത്തുകയാണ്, നിങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നത്തെ കുറേ ആൾക്കാർ. ഇതൊന്നും ശരിയല്ല. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ മുന്നിൽ തന്നെ തിരുവനന്തപുരത്ത് വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കരടി കിണറ്റി വീണു. അത് അശ്രദ്ധ കൊണ്ട് മാത്രം മരണം. ഇന്നലെ രാത്രി കിണറ്റി വീഴുന്നു. 10 അടി ആഴമുള്ള വെള്ളം കിടക്കുന്ന കിണറ്റിലേക്ക് മയക്കോടി വയ്ക്കുന്നു. ലോകത്താരും ചെയ്യാത്തൊരു മണ്ടത്തരം. അത് താഴെ പോയി മരണപ്പെട്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്നെ അതെ, എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അതിനെ പിടികൂടിയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. പിടികൂടിയിട്ട് ജനവാസ മേഖലയ്ക്ക് അപ്പുറത്തെ എവിടെയോ തുറന്നു വിട്ടു. തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് തുറന്നു വിട്ടു. അവൻ തിരിച്ചിങ്ങി വന്നു, കിണറ്റി വീണ് പോയി. എൻ്റെ അടുത്ത് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ അതിനെ തലേദിവസം കോമണി വെച്ച് കയറ്റി വിട്ടു കൊടുത്തന്നെ. അതങ്ങ് പോട്ടെ, അപ്പോൾ ഇതിനെ രക്ഷിക്കാൻ ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ അതിൽ ഞങ്ങളെപ്പോൾ ഞാനും അതിലൊരു ആളാണ്. ഞാനും പരാതി കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ച് പരാതി കൊടുത്തു. അപ്പോഴാണ് അറിയുന്നത് കോടതിയുടെ നിയമം വന്നത്, കോടതിയുടെ ഒരു വിധി വന്നത്, റെസ്ക്യൂവിനിടയിൽ, അതായത് സംരക്ഷിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വന്യജീവി മരണപ്പെട്ടാൽ കേസെടുക്കാൻ നിയമമില്ല എന്ന്. അപ്പോൾ പൊതുജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ജനങ്ങളെ പേടിപ്പിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് വന്നു, ഒരു അതിഥി വന്നു, നിങ്ങൾ തല്ലിക്കൊന്നു. ഉടനെ ഒരു ഫോട്ടോ എടുത്ത് എന്താണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് തിരിച്ചറിയാനായിട്ട് ഒരു പാമ്പ് സംരക്ഷണം അയച്ചു കൊടുത്താൽ അവൻ ആദ്യം പറയുന്നത് നിങ്ങൾ എന്തിനു കൊന്നു, നിങ്ങളെപ്പോൾ തൂക്കിക്കൊല്ലു എന്നാണ് പറയുന്നത്. പറയാനുള്ള വോയിസ് ഇല്ല. കാരണം ഈ ആൾ വനംവകുപ്പിൻ്റെ സ്റ്റാഫല്ല, വനംവകുപ്പിൻ്റെ ജീവനക്കാരനല്ല. വെറുതെ വനംവകുപ്പിൻ്റെ പേരും പറഞ്ഞ് വനംവകുപ്പിനെ നശിപ്പിക്കാനായിട്ട് പാമ്പിനെ പിടിച്ച് നടക്കുന്ന, ജനങ്ങളെ ഭീഷണിപ്പെട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത് ഞാൻ എതിരാണ്. ഞാൻ ഒരുപാടുപെട്ട കാര്യങ്ങൾക്ക് എതിരാണ്. നിങ്ങൾക്ക് നമ്മുടെ തനിനിറത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല. ഇന്ന് 2 ഉത്തര കൊലക്കേസിന് മെയിനായിട്ടുള്ള സാക്ഷിയാവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതിനുശേഷമാണ് ഇപ്പോൾ കുറേ പുതിയ നിയമങ്ങളൊന്നുമില്ല. കേരളത്തിൽ മാത്രമാണ്, പക്ഷേ കേരളത്തിൽ മാത്രമുള്ള ഒരു എന്താ പറയുക
ചിട്ടവട്ടങ്ങൾ അതല്ല, ഒരു ഗുണ്ടായിസം പോലെ ഒന്ന് രണ്ടുപേർ തീരുമാനം ചെയ്യുന്നു. പക്ഷെ അതല്ല, ഇന്ന് എന്താ പറയുക, തട്ടിപ്പുകളുടെ ഒരു മേഖലയായി മാറുന്നു ഈ പാമ്പ് സംരക്ഷണം. നിങ്ങൾക്കറിയില്ല, പാമ്പ് കടി, ഞാനൊക്കെ പാമ്പിനെ പിടിക്കാൻ പഠിച്ചതിന് ശേഷം, പാമ്പിനെ പഠിപ്പിച്ചതിന് ശേഷം 2006 കേരളത്തിൽ ഇങ്ങനെ ഒരു ആശയം, പാമ്പിനെ സംരക്ഷിക്കുന്ന ആശയം മുന്നോട്ട് വെച്ച ഞാനാണ് വനംവകുപ്പിൽ. അതിൻ്റെ പേരിലാണ് അന്നത്തെ DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ IFS ഓഫീസറായിരുന്ന പുകഴേന്തി സാറായിരുന്നു, കോന്നിയിലായിരുന്നു. അദ്ദേഹത്തിന് മുന്നേ ആദ്യത്തെ ക്ലാസ്, ആദ്യം ട്രെയിനിങ്, രണ്ടാമത് റാന്നിയിൽ അതിനുശേഷം റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നൊരു ടീം ഉണ്ടാക്കി പാമ്പിനെ പിടിക്കുന്നു, കൊണ്ടുവിടുന്നു, സംരക്ഷിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് നശിപ്പിച്ചു. ഇപ്പോൾ അതിനെ ഇല്ലാതാക്കി വെച്ചാൽ എല്ലാം നശിപ്പിച്ച് കൈവച്ചു.